നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കുവൈത്തിൽ മരിച്ച മലയാളികളുടെ മൃതദേഹങ്ങൾ സ്വദേശത്തെത്തി. ഏറ്റുവാങ്ങി ബന്ധുക്കളും ജനപ്രതിനിധികളും. കണ്ണീർ കടലായി കണ്ണൂരും. കണ്ണൂർ സ്വർണ്ണക്കടത്ത് കേന്ദ്രമാവുന്നു. വിമാനത്താവളത്തിൽ ഇന്നും 60 ലക്ഷം രൂപയുടെ സ്വർണം പിടികൂടി. കാസർഗോഡ് സ്വദേശി അറസ്റ്റിൽ. വിദേശ പഠന സാധ്യത എളുപ്പമാക്കാൻ ഇനി ഇൻഫോഴ്സിംഗ് സ്റ്റഡി അബ്രോഡും. ലോഞ്ചിങ്ങിന് മുന്നേ എഡ്യൂക്കേഷൻ എക്സ്പോ സംഘടിപ്പിക്കുന്നു. വിദഗ്ധരുമായി സംവദിക്കാൻ വിദ്യാർത്ഥികൾക്കിത് സുവർണാവസരം. വാർത്തകൾ വിശദമായി. കുവൈത്ത് അപകടം. മരിച്ചവർക്ക് കേരളത്തിൻ്റെ കണ്ണീർ പ്രണാമം. കുവൈത്ത് ലേബർ ക്യാമ്പിൽ തീപിടുത്തത്തിൽ മരിച്ചവരുടെ മൃതദേഹം ഉച്ചയോടെ കൊച്ചിയിലെത്തിച്ചു. ശേഷം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പൊതുദർശനത്തിന് സൗകര്യമൊരുക്കി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരള സർക്കാർ അന്തിമോപചാരം അർപ്പിച്ചു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും മന്ത്രിമാരും ഒപ്പമുണ്ടായിരുന്നു. സംസ്ഥാന സർക്കാർ ഗാർഡ് ഓഫ് ഓണർ നൽകി ആദരിച്ചു. തുടർന്ന് മൃതദേഹവുമായി ആംബുലൻസ് സ്വദേശത്തേക്ക് കുതിച്ചു. രാത്രിയോടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തിച്ചു. വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗും അന്തിമോപചാരമർപ്പിക്കാൻ വിമാനത്താവളത്തിലെത്തിയിരുന്നു. വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിലായിരുന്നു മൃതദേഹങ്ങൾ എത്തിച്ചത്. പൊതുദർശനത്തിന് ശേഷം മൃതദേഹങ്ങൾ പോലീസ് അകമ്പടിയിൽ വീടുകളിൽ എത്തിച്ചു. ഇതിനായി നോർക്കയുടെ ആംബുലൻസുകൾ സജ്ജമാക്കിയിരുന്നു. 23 മലയാളികളുടേതുൾപ്പെടെ 31 പേരുടെ മൃതദേഹമാണ് കൊച്ചിയിലെത്തിയത്. 14 മൃതദേഹങ്ങളുമായി വ്യോമസേനാ വിമാനം ഡൽഹിയിലേക്ക് തിരിച്ചു. 23 മലയാളികൾ, 7 തമിഴ്നാട് സ്വദേശികൾ, ഒരു കർണാടക സ്വദേശി എന്നിവരുടെ മൃതദേഹങ്ങളാണ് കൊച്ചിയിൽ കൈമാറിയത്. ഓരോ ആംബുലൻസിനും പ്രത്യേകം അകമ്പടി വാഹനവും ഒരുക്കിയിരുന്നു. അരുൺ ബാബു തിരുവനന്തപുരം, നിതിൻ കുത്തൂർ കണ്ണൂർ, തോമസ് ഉമ്മൻ പത്തനംതിട്ട, മാത്യു തോമസ് ആലപ്പുഴ, ആകാശ് എസ് നായർ പത്തനംതിട്ട, രഞ്ജിത്ത് കാസർഗോഡ്, സജു വർഗീസ് പത്തനംതിട്ട, കേളു പൊന്മലേരി കാസർഗോഡ്, സ്റ്റെഫിൻ എബ്രഹാം സാബു കോട്ടയം, MP ബാഹുലയൻ മലപ്പുറം, കുപ്പന്റെ പുറയ്ക്കൽ നൂഹ് മലപ്പുറം, ലൂക്കോസ് സാബു കൊല്ലം, സാജൻ ജോർജ് കൊല്ലം, VP മുരളീധരൻ പത്തനംതിട്ട, വിശ്വാസ് കൃഷ്ണൻ കണ്ണൂർ, ഷമീർ ഉമറുദ്ദീൻ കൊല്ലം, ശ്രീഹരി പ്രദീപ് കോട്ടയം, ബിനോയ് തോമസ്, ശ്രീജേഷ്, തങ്കപ്പൻ നായർ, സുമേഷ് പിള്ള, സുന്ദരൻ, അനീഷ് കുമാർ, സിബിൻ തേവരോത്ത്, എബ്രഹാം, ഷിബു വർഗീസ് എന്നിവരാണ് മരിച്ച മലയാളികൾ. സിറ്റി ന്യൂസ്, കണ്ണൂർ. കണ്ണീർ കടലായി കണ്ണൂർ കരാറിനകം ദേശം. കുറുവയിൽ ശ്മശാനമൂകത. കുവൈത്തിൽ തൊഴിലാളികൾ താമസിച്ചിരുന്ന ഫ്ളാറ്റിലുണ്ടായ വൻ തീപിടുത്തത്തിൽ മരിച്ച മലയാളികളിൽ ഒരാളായ കണ്ണൂർ കുറുവയിലെ UK അനീഷ് കുമാറിന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചു. സംസ്കാരം ശനിയാഴ്ച പയ്യാമ്പലത്ത് നടക്കും. AKG ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം ശനിയാഴ്ച രാവിലെ കുറുവ കരാറിനകം ബാങ്ക് ഓഡിറ്റോറിയത്തിൽ പൊതുദർശനത്തിന് വെക്കും. ശേഷം മൃതദേഹം വീട്ടിലെത്തിക്കും. രാവിലെ 11 മണിയോടെ സംസ്കാരത്തിനായി പയ്യാമ്പലത്തേക്ക് കൊണ്ടുപോകാനാണ് തീരുമാനം. 25 വർഷത്തിലേറെയായി ഇദ്ദേഹം കുവൈത്തിലാണ് ജോലി ചെയ്തിരുന്നത്. ഒരു മാസം മുൻപാണ് അവധിക്ക് നാട്ടിൽ വന്ന് തിരിച്ചുപോയത്. കുവൈറ്റിൽ ലേബർ ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ നമ്മുടെ കണ്ണൂർ കുറുവ സ്വദേശി അനീഷ് നിര്യാതനായിരിക്കുന്നു. ഈ നാട്ടിലെ അദ്ദേഹത്തിൻ്റെ അടുത്ത ആൾക്കാരും സുഹൃത്തുക്കളും ഈ നാട് ഒന്നടങ്കം ഇവിടെ കുറുവ ദേശത്തുണ്ട്. അവരെ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് നമ്മളൊപ്പം ഉണ്ട്. അവരോട് തന്നെ ചോദിക്കാം ഇതിൻ്റെ മറ്റുള്ള കാര്യങ്ങൾ. ഹനീഷ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു മാസം മുമ്പാണ് ഇവിടെ ലീവിന് വന്ന് തിരിച്ചു പോയത്. കഴിഞ്ഞ മാസം 16-ാം തീയതി അദ്ദേഹം ഒരു തവണ കൂടി ഗൾഫിലേക്ക് പോയി തിരിച്ചു വന്ന് പ്രവാസി ജീവിതം അവസാനിപ്പിക്കാമെന്നും ആണ് ഈ കഴിഞ്ഞ ഏപ്രിൽ മാസം സുഹൃത്തുക്കളോടും കുടുംബങ്ങളോടൊക്കെ സംസാരിച്ചിട്ടാണ് അദ്ദേഹം തിരിച്ചുപോയത്. 15-ാം തീയതിയായിരുന്നു അദ്ദേഹത്തിൻ്റെ യാത്ര തീരുമാനിച്ചിരുന്നത്. അങ്ങനെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് അദ്ദേഹം എയർപോർട്ടിലെത്തുമ്പോഴാണ് നമ്മുടെ എയർ ഇന്ത്യയുടെ സമരവുമായി ബന്ധപ്പെട്ട് ഫ്ലൈറ്റ് ക്യാൻസലാക്കുകയും തിരിച്ച് വീണ്ടും വീട്ടിലേക്ക് വരികയാണുണ്ടായത്. അതിനുശേഷം 16-ാം തീയതിയാണ് അദ്ദേഹം തിരിച്ചുപോയത്. ഈ കഴിഞ്ഞ മിനിഞ്ഞാന്ന് രാത്രിയാണ് അനീഷിൻ്റെ ജ്യേഷ്ഠൻ അജിത്ത് വിളിച്ചെന്നോട് പറയുന്നത് ഇങ്ങനെ അവിടെ ഒരു തീപിടുത്തം സംഭവിച്ചിട്ടുണ്ട്, അതിൽ അനീഷ് മിസ്സിംഗ് ആണ് എന്ന്. ഇന്നലെ ഉച്ചയ്ക്ക് ഒരു 3 മണിക്ക് സമയത്ത് ഈ പറയുന്ന അദ്ദേഹം മരണപ്പെട്ടതായി അജിത്തിന് വിവരം ലഭിക്കാനുണ്ടായിട്ടുള്ളത്. ഗൾഫിൽ പോകുന്നതിന് മുമ്പേ ഒരു കണ്ടക്ടർ ജോലി ചെയ്തിരുന്ന ഒരു നല്ലൊരു സുഹൃത്തായിരുന്നു അനീഷ്. സമൂഹത്തിൽ നടക്കുന്ന എല്ലാ വിഷയങ്ങളിലും ഇടപെടുകയും അതുപോലെ തന്നെ അദ്ദേഹം ലീവിൽ വന്നു കഴിഞ്ഞാൽ നാട്ടിലെ പ്രശ്നങ്ങളൊക്കെ ഇടപെടുകയും ആവശ്യമായ സാമ്പത്തിക സഹായം നമ്മളൊക്കെ സംസാരിച്ചാൽ അദ്ദേഹം ചെയ്തു വരാറുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാട്ടിലൊരു തീരാ നഷ്ടമാണ്. ഇങ്ങനൊരു സംഭവം നമ്മുടെ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടുള്ളൊരു സംഭവമാണ്. 8 മണിക്ക്
ഇവിടെ ബോഡി എത്തും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം കുറുവ ബാങ്കിൻ്റെ മുന്നിൽ അവിടെ ഒരു 10 മണി വരെ പൊതു ദർശനത്തിന് വെക്കുകയും 10 മണിക്ക് ശേഷം വീട്ടിലേക്ക് കൊണ്ടുവന്ന് 11 മണിക്ക് പയ്യാമ്പലത്ത് ശവസംസ്കാരം നടത്തുകയാണ് തീരുമാനിച്ചിട്ടുള്ളത്. കോടിയേരി പാറാലിൽ വെച്ച് 2 പേരെ മാരകായുധങ്ങൾ ഉപയോഗിച്ച് വധിക്കാൻ ശ്രമിച്ച കേസിൽ 4 പേർ അറസ്റ്റിൽ. സുബിനെയും സുഹൃത്തായ സുജനേഷിനെയും രാഷ്ട്രീയ വിരോധത്താൽ ആക്രമിച്ച് വധിക്കാൻ ശ്രമിച്ച കേസിലാണ് അറസ്റ്റ്. ബുധനാഴ്ച രാത്രിയായിരുന്നു കേസിനാസ്പദമായ സംഭവം. ഇരുവരും സഹകരണ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ന്യൂമാഹി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടറും സംഘവും നടത്തിയ തിരച്ചിലിനൊടുവിലാണ് 24 മണിക്കൂറിനുള്ളിൽ പ്രതികളെ പിടികൂടാനായത്. മീത്തൽ ഐനിയത്ത് CK സനീഷ്, S ശരത്ത്, ധനരാജ്, MP വിഗീഷ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ബുധനാഴ്ച രാത്രി 9:30യോടെയായിരുന്നു ആക്രമണം നടന്നത്. മെഡിക്കൽ സ്റ്റോറിനടുത്ത് വെച്ച് സുഹൃത്തുക്കളോടൊപ്പം നിൽക്കുമ്പോൾ 10ഓളം ആൾക്കാർ ചേർന്ന് രാഷ്ട്രീയ വിരോധത്താൽ മാരകായുധം ഉപയോഗിച്ച് തലക്കടിക്കുകയും ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയുമായിരുന്നു. കണ്ണൂർ സിറ്റി പോലീസ് അജിത് കുമാർ IPS, തലശ്ശേരി ASP ഷഹൻഷാ IPS തുടങ്ങിയ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ന്യൂമാഹി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടറും പോലീസ് സംഘവും 24 മണിക്കൂറിനുള്ളിൽ പ്രതികളെ പിടികൂടിയത്. ഉത്തര കേരളത്തിന്റെ ജനകീയ ദൈവമെന്ന് വിശേഷിപ്പിക്കുന്ന മുത്തപ്പന്റെ ആരൂഢസ്ഥാനമായ പയ്യാവൂർ കുന്നത്തൂർപ്പാടി ദൈവസ്ഥാനത്തെ അടിയാൻ സ്ഥാനികനായ പുല്ലായിക്കൊടി കാരണവൻ കരിഞ്ചൻ ചന്ദൻ ഹരീന്ദ്രൻ അന്തരിച്ചു. സംസ്കാരം വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് പയ്യാവൂർ കുന്നത്തൂർ അംഗനവാടിക്ക് സമീപമുള്ള വീട്ടുവളപ്പിൽ നടന്നു. 1994 കരിഞ്ചൻ കുന്നത്തൂർപ്പാടി ദേവസ്ഥാനം അനുഷ്ഠാന പരമസ്ഥാനികമായ ചന്ദനായി ആചാരമേറ്റത്. മുത്തപ്പന്റെ സന്തത സഹചാരിയായ ആദിചന്ദന്റെ ഓർമ്മയ്ക്കായാണ് കുന്നത്തൂർപ്പാടി ദേവസ്ഥാനത്തെ അനുഷ്ഠാന പരമാധികാരിയായ പുല്ലായിക്കൊടി കാരണവ സ്ഥാനികനെ ചന്ദൻ എന്ന ആചാരപ്പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. കുന്നത്തൂർപ്പാടിയിലെ അടിയാന്മാരുടെ ഭരണാധികാരി കൂടിയാണ് പുല്ലായിക്കൊടി കാരണവരായ ചന്ദൻ. എല്ലാ തീരുമാനങ്ങളും എടുക്കാനുള്ള പരമാധികാരി. 30 വർഷക്കാലം കാരണവ സ്ഥാന അധികാരിയുമായി. പരേതനായ പുല്ലായിക്കൊടി മന്ദന്റെയും കുമ്പയുടെയും മകനാണ് മരിച്ച ഹരീന്ദ്രൻ. ഇടവേളക്കുമ്പേ പ്രധാന വാർത്തകൾ വീണ്ടും. കുവൈത്തിൽ മരിച്ച മലയാളികളുടെ മൃതദേഹങ്ങൾ സ്വദേശത്തെത്തി. ഏറ്റുവാങ്ങി ബന്ധുക്കളും ജനപ്രതിനിധികളും. കണ്ണീർക്കടലായി കണ്ണൂരും. കണ്ണൂർ സ്വർണ്ണക്കടത്ത് കേന്ദ്രമാവുന്നു. വിമാനത്താവളത്തിൽ ഇന്നും 60 ലക്ഷം രൂപയുടെ സ്വർണം പിടികൂടി. കാസർഗോഡ് സ്വദേശി അറസ്റ്റിൽ. വിദേശ പഠന സാധ്യത എളുപ്പമാക്കാൻ ഇനി ഇൻഫോഴ്സിംഗ് സ്റ്റഡി അബ്രോഡും. ലോഞ്ചിങ്ങിന് മുന്നേ എഡ്യൂക്കേഷൻ എക്സ്പോ സംഘടിപ്പിക്കുന്നു. വിദഗ്ധരുമായി സംവദിക്കാൻ വിദ്യാർത്ഥികൾക്കിത് സുവർണാവസരം. പറഞ്ഞ തുക മുഴുവനും ഉണ്ട്, വേണേ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ ആയി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം.
Miracle Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോറൂം 5 നിലകൾ 10,000 സ്ക്വയർ ഫീറ്റ് പാർക്കിംഗ്. മൈജി ഫ്യൂച്ചർ കണ്ണൂർ താണയിൽ. ഹോം അപ്ലയൻസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ, കിച്ചൺ അപ്ലയൻസ് എന്നിവയുടെ കണ്ണു തള്ളുന്ന കളക്ഷൻ, കണ്ണു തള്ളുന്ന വിലക്കുറവിലും ഓഫറുകളിലും. കണ്ണു തള്ളുന്ന ഷോപ്പിംഗ് എക്സ്പീരിയൻസുമായി മൈജിയുടെ ബിഗ്ഗസ്റ്റ് ഫ്യൂച്ചർ ഷോറൂം കണ്ണൂർ താണയിൽ. നമ്മുടെ കണ്ണൂരിന്റെ ഫ്യൂച്ചർ ഇനി വേറൊരു റേഞ്ച് ആവുകയാണ്. ഹോം അപ്ലയൻസസിന്റെയും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെയും ഇതുവരെ കാണാത്ത കളക്ഷനുമായി മൈജി ഫ്യൂച്ചർ ഇപ്പോൾ കണ്ണൂർ താണയിൽ. കണ്ണൂരിന്റെ കണ്ണു തള്ളും. ആഘോഷങ്ങൾ എന്നും ഓർമ്മിക്കപ്പെടേണ്ടവയാണ്. അതിനെ മനോഹരമാക്കാൻ ലോകം അംഗീകരിച്ച റെസ്പോൺസിബിൾ ജ്വല്ലറായ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന സ്വർണ്ണ വിസ്മയം. വരൂ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നേതാജി റോഡ് ഷോറൂമിൽ നിന്നും ന്യൂ ബസ് സ്റ്റാൻഡ് താവക്കരയിലെ നവീകരിച്ച ഈ സ്വർണ്ണ ശേഖരത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ലോകോത്തര നിലവാരമുള്ള ഷോപ്പിംഗ് അനുഭവത്തിനൊപ്പം 2% മുതൽ മേക്കിംഗ് ചാർജിൽ തുടങ്ങുന്ന ആഭരണങ്ങളുടെ ഏറ്റവും വലിയ നിര. കൂടാതെ മനസ്സിനിണങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ ലളിതമായ തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കാൻ ഗോൾഡൻ ബ്ലൂം, ഗോൾഡൻ ഗ്ലോ സ്കീമുകൾക്കൊപ്പം വിലയുടെ വെറും 3% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യമൊരുക്കി എല്ലാ ഞായറാഴ്ചകളിലും നിങ്ങൾക്കായി തുറന്നു പ്രവർത്തിക്കുന്നു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്തകൾ തുടരുന്നു. കണ്ണൂർ വിമാനത്താവളത്തിൽ വീണ്ടും സ്വർണ്ണവേട്ട. ഷാർജയിൽ നിന്നും എത്തിയ യാത്രക്കാരനിൽ നിന്നും 60 ലക്ഷം രൂപയുടെ സ്വർണം കണ്ടെത്തി. കാസർഗോഡ് സ്വദേശി അബ്ദുൾ സലീമിനെ കസ്റ്റഡിയിലെടുത്തു. ഇയാൾ 817 ഗ്രാം സ്വർണം ഷൂസിനുള്ളിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിക്കുകയായിരുന്നു. ഷൂസിനുള്ളിൽ ഒളിപ്പിച്ചായിരുന്നു സ്വർണം കടത്താൻ ശ്രമിച്ചത്. ഏകദേശം 60 ലക്ഷം രൂപ വിലമതിക്കുന്ന 817 ഗ്രാം സ്വർണമായിരുന്നു ശരീരത്തിലുണ്ടായിരുന്നത്. DRI കണ്ണൂർ യൂണിറ്റിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് DRIയും കസ്റ്റംസും സംയുക്തമായി പരിശോധന നടത്തിയത്. ഈ പരിശോധനയിലാണ് അബ്ദുൾ സലീമിൽ നിന്നും സ്വർണം കണ്ടെടുത്തത്. സംസ്ഥാന ആരോഗ്യ വകുപ്പും പട്ടുവം കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി പട്ടുവം UP സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പേ വിഷബാധയെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പട്ടുവം കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രശ്മി മാത്യു ബോധവൽക്കരണ ക്ലാസ് എടുത്തു. എങ്ങനെയോ കഴിച്ചപ്പോഴോ എടുത്തപ്പോഴോ മുറിവ് പറ്റിയെങ്കിൽ എന്താ ചെയ്യാ? ചെറുതായിട്ടൊന്ന് തോല് പോലെയുള്ളൂ. ഇതിപ്പോ മരുന്ന് വെച്ചില്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ ഉണങ്ങിക്കോളും. അങ്ങനെ കരുതാൻ പാടുണ്ടാവും. ഒരിക്കലും ചെയ്യരുത്. എത്ര ചെറിയ മുറിവാണെങ്കിലും എത്ര ചെറിയ പരിക്കാണെങ്കിലും ജീവികളുമായി ബന്ധപ്പെട്ടാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളതെങ്കിൽ നിർബന്ധമായിട്ട് വീട്ടിൽ പോയിട്ട് പറയണം. വീട്ടിൽ ചെന്നാൽ ഉമ്മാടെ വഴക്കിട്ടും അമ്മ അടിക്കും അച്ഛൻ അടിക്കും അങ്ങനെ ഒന്നും വിചാരിക്കരുത്. പട്ടിയോ പൂച്ചയോ മാന്തുകയോ കടിക്കുകയോ ചെയ്യുന്ന എന്ത് സാഹചര്യം വന്നാലും വീട്ടിൽ നിങ്ങൾ നിർബന്ധമായിട്ട് പറയണം. സിംഗപ്പൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇൻഫോസിംഗ് സ്റ്റഡി അബ്രോഡ് കണ്ണൂരിൽ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു. ഇതോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് വേണ്ടി മെഗാ എഡ്യൂക്കേഷൻ എക്സ്പോയും സംഘടിപ്പിക്കുന്നു. ശനിയാഴ്ച രാവിലെ 10 മുതൽ 5 വരെ ചേംബർ ഹാളിൽ നടക്കുന്ന എക്സ്പോ കണ്ണൂർ കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു ഇളയവർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എക്സ്പോയിലേക്ക് പ്രവേശനം തീർത്തും സൗജന്യമാണ്. Actually incorporated in Singapore in 2012, and prior to that we have our recruitment licensed Ministry of Manpower licensed recruitment firm in Singapore since 2005. So this is our first branch in India. We have branches in other parts of the world, but yet we feel that right now a lot of Indian students are actually looking for good opportunities, and since after COVID, we find that a lot of Indian students are interested to study in Singapore because Singapore is a very safe nation, and it's the closest to countries like India, China, and other parts of Asia. So we hope we will do our service at its level best, and we promise to deliver what is the truth, what the students can expect from Singapore, the education, the facilities, and further career opportunities there. വിദേശ പഠനം, ജോലി എന്നീ സ്വപ്നവുമായി നടക്കുന്ന ഏതൊരാൾക്കും ഉണ്ടായേക്കാവുന്ന എല്ലാ സംശയങ്ങൾക്കും എക്സ്പോയിൽ ഉത്തരമുണ്ടാവും. കൃത്യമായ പ്ലാനിങ്ങോടെ അവരെ അവരുടെ ലക്ഷ്യത്തിൽ എത്തിക്കുകയെന്ന ഉദ്ദേശത്തോടെയാണ് വിദേശ പഠന രംഗത്ത് നീണ്ട 20 വർഷത്തെ പരിചയസമ്പത്തുള്ള ഇൻഫോസിംഗ് സ്റ്റഡി അബ്രോഡ് ഇത്തരത്തിലൊരു എക്സ്പോ സംഘടിപ്പിക്കുന്നത്. സിംഗപ്പൂർ, സ്പെയിൻ, ബോസ്നിയ, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാഭ്യാസ വിദഗ്ധരുമായി നേരിട്ട് സംവദിക്കാനുള്ള അവസരവും എക്സ്പോയിൽ ഒരുക്കിയിട്ടുണ്ട്. കണ്ണൂർ കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളയാവൂരാണ് എക്സ്പോ ഉദ്ഘാടനം ചെയ്യുന്നത്. എക്സ്പോയിലേക്കുള്ള പ്രവേശനം തീർത്തും സൗജന്യമാണ്. വാർത്താസമ്മേളനത്തിൽ മാനേജിംഗ് ഡയറക്ടർ VV റഫീഖ്, ഡയറക്ടർ റബിയത്തുൽ ബസ്രിയ, ബ്രാഞ്ച് മാനേജർ നൌഷാദ് ബ്ലാത്തൂർ, എക്സ്പോ കോർഡിനേറ്റർ അമൽ തോമസ് എന്നിവരും പങ്കെടുത്തു.
ഞങ്ങൾ ഈ സംരംഭത്തിൻ്റെ മെയിൻ കാരണം ഇവിടെ തുടങ്ങാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 20 വർഷമായിട്ട് ഞങ്ങൾ റിക്രൂട്ട്മെൻറ്റ് ഫീൽഡിലുണ്ട്. അവിടെ സിംഗപ്പൂർ മിനിസ്ട്രി ഓഫ് മാൻ പവറിൻ്റെ രജിസ്റ്റേർഡ് റിക്രൂട്ട്മെൻറ്റ് ഏജൻറ്റാണ് ഞങ്ങൾ. അപ്പം പലപ്പോഴായിട്ട് എനിക്ക് ഞാനൊരു മലയാളി എന്ന നിലയിൽ സിംഗപ്പൂരിൽ എനിക്ക് പലപ്പോഴായിട്ട് മലയാളികളുടെ എൻക്വയറിയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരുപാട് ഫേക്ക് ഡോക്യുമെൻ്റ് കൊടുത്തിട്ട് ഇവിടെ നാട്ടിലൊക്കെ പറ്റിക്കപ്പെടുന്ന ആൾക്കാരുടെ ഡോക്യുമെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മളടുത്ത് വരാറുണ്ട്, പൈസ നഷ്ടപ്പെട്ടവരൊക്കെ. അപ്പോൾ നമുക്ക് അവർക്ക് ചെയ്യാൻ പറ്റുന്നത് ചിലപ്പോൾ ഞാനത് ഫ്രീ ആയിട്ടൊക്കെ വെറ്റ് ചെയ്തൊക്കെ കൊടുക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു പ്രതിഫലം വാങ്ങാതെ ഇപ്പോൾ ആരെങ്കിലും പറ്റിക്കപ്പെടുന്നുണ്ടെങ്കിൽ അവരെ സഹായിക്കുക എന്നുള്ള രീതിയിലൊക്കെ. അപ്പോൾ നമ്മളുടെ ഈ ഉദ്ദേശം തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെയുള്ള മറ്റു പല ഏജൻസികളും നമ്മൾ കണ്ടിട്ടുണ്ടാവും. അവരൊക്കെ ചെയ്യുന്നതിൽ നിന്നുപരിയായിട്ട് കൃത്യമായിട്ടും സത്യസന്ധമായിട്ടും നമുക്ക് അഫോർഡബിളായിട്ട് സർവീസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കാര്യം ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും. സംസ്ഥാന വഖഫ് ബോർഡ് കണ്ണൂർ ഡിവിഷണൽ ഓഫീസിന് കീഴിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വഖഫുമായി ബന്ധപ്പെട്ട ബോർഡ് ജുഡീഷ്യൽ സിറ്റിംഗ് റെയിൻബോ സ്യൂട്ട്സിൽ നടന്നു. 5 കേസുകൾ തീർപ്പാക്കി. ആകെ 60 കേസുകളാണ് കണ്ണൂരിൽ നടന്ന സിറ്റിംഗിൽ പരിഗണിച്ചത്. വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് എം കെ സക്കീർ, ബോർഡ് മെമ്പർമാരായ പി ഉബൈദുള്ള MLA, അഡ്വക്കേറ്റ് എം ഷറഫുദ്ദീൻ, അഡ്വക്കേറ്റ് VP സൈനുദ്ദീൻ, പ്രൊഫസർ KMA റഹീം, റസിയ ഇബ്രാഹിം എന്നിവർ സിറ്റിംഗിൽ പങ്കെടുത്തു. എല്ലാ മാസവും കണ്ണൂർ ക്യാമ്പ് സിറ്റിംഗ് ഉണ്ടായിരിക്കുന്നതാണ്. സാമൂഹ്യ സേവന രംഗത്ത് പുത്തൻ ഉണർവേകിക്കൊണ്ട് രൂപം കൊണ്ട യങ് മൈൻഡ്സ് ഇന്റർനാഷണൽ റീജിയണൽ ചെയർമാനായ K രഞ്ജിത് കുമാറിന്റെ സ്ഥാനാരോഹണ ചടങ്ങ് 16-ന് 5 മണിക്ക് റോയൽ ഒമാർസ് ഹോട്ടലിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംഘടനയുടെ ഇന്റർനാഷണൽ പ്രസിഡന്റ് ഡോക്ടർ KC സാമുവൽ പരിപാടി ഉദ്ഘാടനം ചെയ്യും. സേവന സംഘടനയാണ്. ഈ സംഘടനയുടെ പ്രധാന ലക്ഷ്യം തന്നെ നമുക്കറിയാം. നമ്മുടെ കഴിഞ്ഞ കൊറോണ കാലത്തിന് ശേഷം പൊതുവെ ഈ സേവന സംഘടനകളിൽ വന്നിട്ടുള്ള ഒരു മാന്ദ്യമുണ്ട്. പൊതുവെ അതൊക്കെ മറികടന്നുകൊണ്ട് പോകുന്നതിന് വേണ്ടി ഉള്ള ഒരു സംഘടനയാണ് ഈ യങ് മൈൻഡ്സ് ഇന്റർനാഷണൽ എന്ന് പറയുന്നത്. ഇതിൽ ജനങ്ങളുടെ സേവനം തന്നെയാണ് പ്രധാനമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റീജിയണൽ ചെയർമാൻ്റെ സ്ഥാനാരോഹണ ചടങ്ങ്, ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ സംഘടന യങ് മൈൻഡ്സ് ഇന്റർനാഷണലിൻ്റെ ഇൻ്റർനാഷണൽ പ്രസിഡൻ്റായിട്ടുള്ള ഡോക്ടർ KC സാമുവൽ, അദ്ദേഹമാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അതോടൊപ്പം ഇതിൻ്റെ ഇന്ത്യ ഏരിയ ചെയർമാനായിട്ടുള്ള ആൻഡോ K ആൻ്റണി അതിൽ മുഖ്യ പ്രഭാഷണം നടത്തും. ഇതിൻ്റെ ഇൻ്റർനാഷണൽ സെക്രട്ടറി ജനറൽ ആയിട്ടുള്ള മാത്തുക്കുട്ടി സെബാസ്റ്റ്യൻ, അദ്ദേഹം നമുക്ക് പുതിയ അംഗങ്ങളെ, അതായത് ഇപ്പോൾ ഈ ഭാരവാഹികളുടെ അംഗത്വം നൽകി അവരെ അവരോധിക്കും. കൂടാതെ ഇതിൻ്റെ ഇൻസ്റ്റലേഷൻ ചടങ്ങ് നടത്തുന്നത് നമ്മുടെ എൽഡേഴ്സ് ഫോറം, ഇൻ്റർനാഷണൽ തലത്തിൽ തന്നെ എൽഡേഴ്സ് ഫോറം എന്ന് പറയുന്ന ഒരു ഫോറമുണ്ട്. ആ ഫോറത്തിൻ്റെ ചെയർമാനായിട്ടുള്ള എഞ്ചിനീയർ KM സ്കറിയാച്ചൻ, അദ്ദേഹമാണ് ഈ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടത്തുന്നത്. തൃശൂർ മുതൽ മംഗലാപുരം വരെയുള്ള റീജിയൺ 3യുടെ ആദ്യത്തെ റീജിയണൽ ചെയർമാനായാണ് രഞ്ജിത് കുമാർ ചുമതലയേൽക്കുന്നത്. നിലവിൽ റീജിയനിൽ 50 ക്ലബ്ബുകളാണുള്ളത്. അത് 100 ക്ലബ്ബാക്കാനാണ് തീരുമാനം. ഈ വർഷം 1.5 കോടി രൂപയുടെ സാമൂഹിക സേവന പ്രവർത്തനങ്ങളാണ് സംഘടന ലക്ഷ്യമിടുന്നത്. അതോടൊപ്പം പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ഉയർത്തിക്കൊണ്ടുവരാനായിരിക്കും കൂടുതൽ ഊന്നൽ നൽകുക. വാർത്താ സമ്മേളനത്തിൽ റീജിയണൽ ചെയർമാൻ K രഞ്ജിത് കുമാർ, TK രമേശ് കുമാർ, CV ഹരിദാസ്, രാജേഷ് ഗോപാൽ, നാസിർ അരിങ്ങോട്ട് എന്നിവർ പങ്കെടുത്തു. രാജ്യസഭാ സ്ഥാനാർത്ഥിയായി നോമിനേഷൻ നൽകിയതിനു ശേഷം ആദ്യമായി കണ്ണൂരിലെത്തിയ ഹാരിസ് ബീരാന് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലും ജില്ലാ മുസ്ലിം ലീഗ് ആസ്ഥാന മന്ദിരമായ ബാഫക്കി തങ്ങൾ സൗദത്തിലും ഊഷ്മള സ്വീകരണം നൽകി. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബ്ദുൾ റഹ്മാൻ കല്ലായി ഷോൾ അണിയിച്ച് സ്വീകരിച്ചു. കണ്ണൂർ സിറ്റി ജുമാ മസ്ജിദിൽ മുസ്ലിം ലീഗ് ദേശീയ പ്രസിഡന്റായിരുന്ന E അഹമ്മദ് സാഹിബിന്റെ ഖബറിടത്തിലെത്തി അദ്ദേഹം പ്രാർത്ഥന നടത്തി. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബ്ദുൾ റഹ്മാൻ കല്ലായി ഷോൾ അണിയിച്ച് സ്വീകരിച്ചു. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി, ജനറൽ സെക്രട്ടറി KT സഹദുള്ള, ട്രഷറർ മഹമ്മൂദ് കടവത്തൂർ, ജില്ലാ ഭാരവാഹികളായ അഡ്വക്കേറ്റ് KA ലത്തീഫ്, VP വമ്പൻ, KP താഹിർ, KV മുഹമ്മദ് അലി ഹാജി, ഇബ്രാഹിം കുട്ടി തിരുവട്ടൂർ, TA തങ്ങൾ, അൻസാരി തില്ലങ്കേരി, CK മുഹമ്മദ്, അഡ്വക്കേറ്റ് MP മുഹമ്മദ് അലി, PK അഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു. സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 6615 രൂപ, പവന് 52,920 രൂപ, വെള്ളി 100 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുവൈത്തിൽ മരിച്ച മലയാളികളുടെ മൃതദേഹങ്ങൾ സ്വദേശത്തെത്തി. ഏറ്റുവാങ്ങി ബന്ധുക്കളും ജനപ്രതിനിധികളും. കണ്ണീർ കടലായി കണ്ണൂരും.
കണ്ണൂർ സ്വർണ്ണക്കടത്ത് കേന്ദ്രമാകുന്നു. വിമാനത്താവളത്തിൽ ഇന്നും 60 ലക്ഷം രൂപയുടെ സ്വർണം പിടികൂടി. കാസർഗോഡ് സ്വദേശി അറസ്റ്റിൽ. വിദേശ പഠന സാധ്യത എളുപ്പമാക്കാൻ ഇനി ഇൻഫോഴ്സിംഗ് സ്റ്റഡി അബ്രോഡും. ലോഞ്ചിങ്ങിന് മുന്നേ എഡ്യൂക്കേഷൻ എക്സ്പോ സംഘടിപ്പിക്കുന്നു. വിദഗ്ധരുമായി സംവദിക്കാൻ വിദ്യാർത്ഥികൾക്കിത് സുവർണാവസരം. വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.